നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ നാളെ നിർണായക ചർച്ച. 3 നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. സണ്ണി ജോസഫിന്റെ പിന്തുണ KC വേണുഗോപാലിനെന്ന് വ്യക്തമാകുന്ന ലിസ്റ്റ് പുറത്ത്. AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലെ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ലിസ്റ്റ് പുറത്തുവിട്ടത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. വീഡിക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി തെരുവിലിറങ്ങിയ അണികൾ. ചേരിതിരിഞ്ഞ പ്രകടനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് VDയുടെ FB പോസ്റ്റ്. CPM തെറ്റിദ്ധരുത്തണമെന്ന മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. പാർട്ടി കോട്ടകളിൽ ഉൾപ്പെടെ ഉണ്ടായ തോൽവി വിശദമായി പരിശോധിക്കണം. മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയെങ്കിൽ തിരുത്തണം. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിച്ചതിൽ തെറ്റായ വികാരമുണ്ടായി എന്നും പാലോളി. പശ്ചിമ ബംഗാളിന് ആദ്യ BJP മുഖ്യമന്ത്രി. സുവേന്ദു അധികാരി മന്ത്രിസഭ നാളെ അധികാരമേൽക്കും. ജനപ്രതിനിധികൾ, ഡോക്ടർമാർ തുടങ്ങിയവരുടെ തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് വൻ അവയവദാന തട്ടിപ്പ്. കൊച്ചിയിൽ 4 പേർ പിടിയിൽ. ഹൈബി ഈഡൻ, ഉദുമ മുൻ MLA CH കുഞ്ഞമ്പു എന്നിവരുടെ പേരിൽ ഉണ്ടാക്കിയ കൃത്രിമ രേഖകൾ പിടിച്ചെടുത്തു. അവയവദാനത്തിൽ നിരവധി സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുവെന്നും ചില സ്വകാര്യ ആശുപത്രികളുടെ അറിവോടുകൂടിയാണ് കൈമാറ്റമെന്നും തൃശൂർ ജില്ലാ ഫോറൻസിക് മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ. ഹോർമുസിൽ സംഘർഷം തുടരുന്നു. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച് ഇറാൻ. തിരിച്ചടിച്ച അമേരിക്ക. വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലവിലുണ്ടെന്ന് ട്രംപ്. UAE-യിലേക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തർക്കത്തിന് കോൺഗ്രസിൽ അയവില്ല. പ്രവർത്തകർ ചേരിതിരിഞ്ഞ പ്രകടനവും ഫ്ലെക്സ് യുദ്ധവും തുടരുകയാണ്. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലാണ് VD അനുകൂലികൾ രംഗത്തിറങ്ങിയത്. പട നയിച്ചവൻ നാടു ഭരിക്കട്ടെ എന്ന പ്ലക്കാർഡുമായാണ് പ്രകടനം നടത്തിയത്. പലയിടങ്ങളിലായി KC വേണുഗോപാലിനും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. ഫ്ലെക്സുകളിൽ കരിയോയിൽ ഒഴിച്ചുള്ള ആക്രമണങ്ങളും വിവിധയിടങ്ങളിൽ നടന്നു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോട്ടയം കുറുപ്പന്തറ സ്വദേശി ഫ്രാൻസിസ് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് പ്രതിഷേധിച്ചത്. ഇടുക്കിയിലും കണ്ണൂരിലും കോഴിക്കോടും നെട്ടൂരിൽ നടന്ന പ്രകടനങ്ങളും സതീശന് അനുകൂലമായിരുന്നു. പ്രകടനങ്ങൾക്കൊപ്പം ഫ്ലെക്സ് യുദ്ധവും തുടരുകയാണ്. KC വേണുഗോപാലിനായി കൊല്ലത്ത് വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ഹരിത MLA-മാരുടെ പേര് പറഞ്ഞ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചതിച്ചവർ മാറി നിൽക്കട്ടെ, ചേർത്ത് നിർത്തിയവർ നയിക്കട്ടെ, KC നയിക്കട്ടെ, അധികാര കസേരയിൽ സാധാരണക്കാരൻ്റെ ശബ്ദം, കുഞ്ഞുഞ്ഞിനു ശേഷം ഇനി KC എന്നിങ്ങനെയാണ് ഫ്ലെക്സിലെ വാചകങ്ങൾ. കോട്ടയത്ത് KC വേണുഗോപാലിനായി ഉയർത്തിയിരിക്കുന്നത് പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡാണ്. കോട്ടയം ബേക്കർ ജംഗ്ഷനിൽ ഉയർത്തിയിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ KC നയിക്കട്ടെ എന്നാണ് വാചകം. പാർട്ടിയുടെ ദേശീയ നേതാവായ KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അദ്ദേഹം നയിക്കട്ടെ. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ ഗ്രൂപ്പില്ലാതെ എല്ലാ കോൺഗ്രസ്സുകാരനെയും ഒരു ചരടിൽ കൂട്ടിയിണക്കി കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പിൻബലങ്ങളുമാണ് കോൺഗ്രസിനെ ഇത്രയും വലിയൊരു തലത്തിലേക്ക് മുൻപോട്ടെത്തിച്ചത്. VD സതീശനായി തലസ്ഥാനത്ത് പുതിയ ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. നാച്ചുറൽ ചോയ്സ് എന്ന് വിശേഷിപ്പിച്ചാണ് ഫ്ലെക്സ് ബോർഡ്. പട നയിച്ചവൻ ഭരിക്കട്ടെ എന്ന വാചകങ്ങളുമായി എറണാകുളം കാഞ്ഞൂർ ജംഗ്ഷനിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും സതീശൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. മലപ്പുറം കോടൂരിൽ VDക്കായി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണ് സതീശൻ അനുകൂല ബോർഡിലെ വാചകം. പിന്നണിയിൽ പ്രവർത്തിച്ചവർ പിന്നിൽ തന്നെ നിൽക്കട്ടെ എന്നും ബോർഡിൽ കുറിപ്പുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അതേസമയം KPCC ആസ്ഥാനത്തെ KCയുടെ ഫ്ലെക്സിൽ ഇന്നലെ രാത്രി ആരോ കരിയോയിൽ ഒഴിച്ചു. ഇതിന് മറുപടി എന്നോണം വെള്ളയമ്പലത്ത് സതീശന്റെ ഫ്ലെക്സിലും ഒരു വിഭാഗം കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചു. കോഴിക്കോടും കോട്ടയത്തും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും സതീശൻ അനുകൂലികൾ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ട് 2ാമത് ഭരണം പിന്നെ ഭരണം LDFിൽ പോയത്? പക്ഷെ വീണ്ടും ഈ VD സതീശൻ പറഞ്ഞത് 100 പറഞ്ഞത് 100 കൂടുതൽ കിട്ടി. ഞങ്ങളുടെ വികാരം ഞങ്ങൾ ഇപ്പം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഇനി എന്ന് പ്രകടിപ്പിക്കാൻ പറ്റും? ഇനിയും കോൺഗ്രസിന് CPM-നുണ്ടായതുപോലെ ഒരു അധപ്പതനം കോൺഗ്രസിന് ഉണ്ടാവാൻ പാടില്ല. അതിനിടെ സതീശൻ അനുകൂല പ്രകടനം നടത്തിയവർക്കെതിരെ ഇടുക്കി DCC നടപടിയെടുത്തു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് 3 പേർക്കെതിരെയാണ് നടപടി. DCC ജനറൽ സെക്രട്ടറി EV താജുദ്ദീൻ,
വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു, കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയി മൈലാടി എന്നിവരെ പദവികളിൽ നിന്നും നീക്കം ചെയ്യുന്നതായി DCC പ്രസിഡന്റ് CP മാത്യു അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി തർക്കത്തിലെ അണികളുടെ പ്രതിഷേധ പ്രകടനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി VD സതീശൻ. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും പാർട്ടി പ്രവർത്തകർ പിന്മാറണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവുമായി UAE-യിലെ കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനയായ ഇൻകാസിലെ ഒരു വിഭാഗം. 5 വർഷക്കാലം VD സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് UDF-നുണ്ടായ വിജയമെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹൻ സതീശനാണെന്നും ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇൻകാസ് നേതാക്കൾ പറഞ്ഞു. തങ്ങളാരും കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ ഭാഗമല്ലെന്നും AICC അനുകൂല തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ വ്യക്തമാക്കി. ഇൻകാസ് UAE നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് നദീർ കാപ്പാട്, വൈസ് പ്രസിഡന്റ് രാജി നായർ, സാദിഖ് അലി, ബാബുരാജ്, മുനീർ കുമ്പള, ഷാജി കാസിം, നാസർ അൽദാന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സാഹചര്യം സങ്കീർണമാണെന്ന് കേന്ദ്ര നിരീക്ഷകർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. KC വേണുഗോപാലിനാണ് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി നാളെ ചർച്ച നടത്തിയ ശേഷമാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം നിർണായകമാകും. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ നിയോഗിച്ച AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. MLA-മാരിൽ ഭൂരിപക്ഷ പിന്തുണ KC വേണുഗോപാലിനാണെന്ന് റിപ്പോർട്ടിലുണ്ട്. മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം വ്യക്തമാക്കിയതോടൊപ്പം ജനവികാരം പരിഗണിക്കണമെന്നും നിരീക്ഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തി ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് യോഗത്തിന് ശേഷം AICC നിരീക്ഷകർ പറഞ്ഞു. CLP unanimously authorizing the Congress leadership to select the CLP leader, and that resolution, copy of that resolution also has been handed over. MLA-മാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ രീതിയിൽ പുറത്തുവന്ന ഫോട്ടോ യഥാർത്ഥ രേഖയല്ലെന്ന് മുകുൾ വാസ്നിക് പറഞ്ഞു. First item which the Congress legislature decided was to unanimously pass a resolution which was moved by the KPCC president. VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷമാകും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുക. KC വേണുഗോപാൽ ഡൽഹിയിൽ തുടരുന്നുണ്ട്. ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം നിർണായകമാകും. മുതിർന്ന നേതാവ് ശശി തരൂർ ഡൽഹിയിൽ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ സാഹചര്യം വിശദീകരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയൊരുക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിൽ നീക്കം ആരംഭിച്ച് KSRTC. പ്രതിദിന വനിതാ യാത്രക്കാരുടെ കണക്കെടുപ്പ് നടത്താൻ നാളെ മുതൽ KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വരും. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശമെങ്കിലും സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നടപടി. പ്രതിദിനം KSRTC ആശ്രയിക്കുന്ന 29 ലക്ഷം യാത്രക്കാരിൽ 19 ലക്ഷത്തോളം വരുന്ന വനിതകളുടെ വിവരങ്ങളാണ് പുതിയ സംവിധാനത്തിലൂടെ ശേഖരിക്കുന്നത്. ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ടിക്കറ്റ് മെഷീനിൽ രേഖപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാങ്കേതിക മാറ്റങ്ങൾ പരിചയപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് IT വിഭാഗം അടിയന്തര പരിശീലനം നൽകും. ഓരോ ഡിപ്പോയിലെയും യൂണിറ്റ് ഓഫീസർമാർ ഇതിന് മേൽനോട്ടം വഹിക്കും. UDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കുന്നതിലൂടെ കോർപ്പറേഷനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കണക്കാക്കാനാണ് ഈ വിവരശേഖരണം ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM തെറ്റിദ്ധരുത്തണമെന്ന് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. പാർട്ടി കോട്ടകളിൽ ഉൾപ്പെടെ ഉണ്ടായ തോൽവി വിശദമായി പരിശോധിക്കണം. ഭരണവിരുദ്ധ വികാരമുണ്ടായതായി തോന്നുന്നില്ല. മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. തളിപ്പറമ്പിൽ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് പരിശോധിക്കണമെന്നും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിച്ചതിൽ ഒരു തെറ്റായ വികാരം ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. കോടിയേരിയെ കാട്ടി നിലവിലെ പാർട്ടി സെക്രട്ടറിയെ കുറ്റപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണമെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ പുതിയ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി എന്നിവർ കേന്ദ്ര നിരീക്ഷകരായി നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ നോക്കാം. അവയവദാന തട്ടിപ്പിൽ 4 പേർ കൊച്ചിയിൽ പോലീസ് പിടിയിലായി. വ്യാജരേഖകൾ ചമച്ച് നടത്തുന്ന തട്ടിപ്പിന്റെ മുഖ്യ കണ്ണികളാണ് പിടിയിലായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആലുവ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിവിധയിടങ്ങളിൽ പരിശോധന നടന്നിരുന്നു. വ്യാജരേഖകൾ ചമച്ച് അവയവദാന തട്ടിപ്പ് നടത്തിയിരുന്ന സംഘത്തിലുള്ളവരാണ് പിടിയിലായത്.
തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം റൂറൽ പരിധിയിലെ വിവിധയിടങ്ങളിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഫോട്ടോസ്റ്റാറ്റ് കടകളിലടക്കമാണ് പരിശോധന നടന്നത്. അവയവദാനം നടത്താൻ ആവശ്യമായ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് വിവരം. കുന്നത്തുനാട്, തടിയിട്ടപ്പറമ്പ് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ സ്ഥാപനങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സണ്ണി വർഗീസ്, സിനി വർഗീസ്, റഷീദ, ആസിഫ് എന്നിവരാണ് പിടിയിലായത്. വ്യാജരേഖകൾ ചമച്ച് നടത്തുന്ന തട്ടിപ്പിന്റെ മുഖ്യ കണ്ണികളാണ് പിടിയിലായതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇന്റലിജൻസിന്റെ രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. അവയവദാനത്തിൽ നിരവധി സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുവെന്ന് തൃശൂർ ജില്ലാ ഫോറൻസിക് മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ. പല കത്തുകളും മേധാവികളും ജനപ്രതിനിധികളും കൊടുക്കുന്നത് ഇക്കാര്യങ്ങളൊന്നും അറിയാതെയാണ്. 14 കേസുകൾ തൃശൂർ ജില്ലയിൽ തടഞ്ഞു. 14 കേസുകളും സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള അവയവ കൈമാറ്റമാണെന്ന് തെളിഞ്ഞു. തീരദേശ മേഖലകളിലാണ് അവയവ കൈമാറ്റം വ്യാപകമായി നടക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾക്ക് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അവരുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കൈമാറ്റം നടക്കുന്നതെന്നും ഹിതേഷ് ശങ്കർ പറഞ്ഞു. അവയവദാന ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റി അംഗമാണ് ഹിതേഷ്. 2 ആളുകളാണ് ഗുഡ് സമാർട്ടൻ, അതായത് ഇഷ്ടദാനമായിട്ട് കമ്മിറ്റിയുടെ മുന്നിലെത്തുന്നത്. ആ കമ്മിറ്റിയുടെ മുന്നിൽ എത്തുമ്പോൾ തന്നെ അവർ കൊണ്ടുവരുന്ന രേഖകൾ, അവിടുത്തെ സ്ഥലം, MLAയുടെ രേഖ, സമ്മതപത്രം, അല്ലെങ്കിൽ ആൾട്രോയിസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ, പഞ്ചായത്ത് മെമ്പർ ലെറ്റർ, അങ്ങനെ ഇവരൊന്നും അറിയാതെ ഇതിന് ലെറ്റർ കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ. ഹോർമുസിൽ US ഇറാൻ നാവികസേനകൾ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിന് അയവ് വരുത്താൻ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വെടിവെപ്പുണ്ടായത്. എന്നാൽ പ്രകോപനങ്ങൾക്കിടയിലും ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലവിലുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രകോപനമില്ലാതെ നടത്തിയ ആക്രമണമെന്നാണ് അമേരിക്ക ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ആക്രമണത്തെ നിസ്സാരവൽക്കരിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർ തങ്ങളെ ഒന്ന് ചൊറിഞ്ഞു നോക്കാൻ ശ്രമിച്ചുവെന്നാണ് പരിഹസിച്ചത്. ആക്രമണത്തിൽ അമേരിക്കൻ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും തിരിച്ചടിയിൽ ഇറാന്റെ ഡ്രോണുകളും ബോട്ടുകളും തകർത്തതായും ട്രംപ് അവകാശപ്പെട്ടു. ഉടമ്പടി ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ ഇതിലും ശക്തമായ ആക്രമണം നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും ട്രംപ് ആവർത്തിച്ചു. അതേസമയം അമേരിക്കയാണ് വെടിനിർത്തൽ ലംഘിച്ചതെന്നാണ് ഇറാന്റെ ആരോപണം. തങ്ങളുടെ എണ്ണക്കപ്പലുകളെ ലക്ഷ്യം വെച്ച അമേരിക്ക തീരദേശ മേഖലകളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ സൈനിക കമാൻഡ് ആരോപിച്ചു. ഇതിന് പ്രതികാരമായാണ് US കപ്പലുകൾക്ക് നേരെ തിരിച്ചടി നൽകിയതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ UAEക്ക് നേരെയും ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി. UAE വ്യോമസേന ഇവയെ ആകാശത്ത് വെച്ച് തകർത്തെങ്കിലും 3 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള 14 നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്ക ഇറാന് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ ഏറ്റുമുട്ടൽ. ന്യൂസ് ഡെസ്ക്, അമൃത TV. UAEക്ക് നേരെ ഇന്നും ഇറാന്റെ ആക്രമണ ശ്രമം. 2 ബാലിസ്റ്റിക് മിസൈലുകളും 3 ഡ്രോണുകളും പ്രതിരോധിച്ചുവെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണ ശ്രമത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഫെബ്രുവരി 28 മുതൽ ഇന്ന് വരെ 551 ബാലിസ്റ്റിക് മിസൈലുകളും 29 ക്രൂയിസ് മിസൈലുകളും 2263 ഡ്രോണുകളുമാണ് ഇറാൻ UAEക്ക് നേരെ അയച്ചത്. വിവിധ രാജ്യക്കാരായ 230 പേർക്ക് ഈ ആക്രമണ ശ്രമങ്ങളിൽ പരിക്കേറ്റു. 2 സൈനികരും UAE പ്രതിരോധ സേനയുടെ ഭാഗമായി ജോലി ചെയ്തിരുന്ന ഒരു മൊറോക്കോ സ്വദേശിയും 10 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. മേഖലയിലെ യുദ്ധ സാഹചര്യം അവസാനിപ്പിക്കാനും സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ശക്തമായ ശ്രമങ്ങൾ തുടർന്ന് സൗദി അറേബ്യ. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്കായി സൗദി അറേബ്യയുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ലെന്ന് ഉന്നത സൗദി വൃത്തങ്ങൾ വ്യക്തമാക്കി. USഉം ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ എല്ലാ സമാധാന ശ്രമങ്ങൾക്കും രാജ്യം പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. അതേസമയം ചില കക്ഷികൾ സൗദിയുടെ നിലപാടിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനാണ് രാജ്യം ആഗ്രഹിക്കുന്നതെന്ന് പബ്ലിക് ഡിപ്ലോമസി കാര്യങ്ങൾക്കുള്ള വിദേശ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം പ്രതിസന്ധിയിലായ UAEയിലെ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും അനുവദിച്ച സാമ്പത്തിക പാക്കേജ് നിരവധി കമ്പനികൾക്കും വ്യക്തികൾക്കും ഗുണം ചെയ്തുവെന്ന് UAE സെൻട്രൽ ബാങ്കിന്റെ റിപ്പോർട്ട്. ആകെ 6.2 ബില്യൺ ദിർഹത്തിന്റെ ആശ്വാസ പാക്കേജാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി ഇതുവരെ അനുവദിച്ചത്. 60,559 വ്യക്തികൾ ഉൾപ്പെടെ 65,379 ഉപഭോക്താക്കൾക്ക് ഗുണം ലഭിച്ചു. 4,335 ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും 485 വലിയ കമ്പനികൾക്കും സാമ്പത്തിക പാക്കേജിന്റെ ആനുകൂല്യം ലഭിച്ചു.
ഹോസ്പിറ്റാലിറ്റി, ട്രാൻസ്പോർട്ട്, വിനോദം തുടങ്ങി വിവിധ മേഖലകളിലുള്ള കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പലിശ ഇളവുകൾ, ഫീസ് ഇളവുകൾ, വായ്പാ തിരിച്ചടവ് മാറ്റിവെക്കൽ തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് സാമ്പത്തിക പാക്കേജ് വഴി അനുവദിച്ചത്. കുവൈറ്റിലെ ഷുവൈക്കിൽ പൊതുസ്ഥലം അനധികൃതമായി കയ്യേറിയും ദുരുപയോഗം ചെയ്തും പ്രവർത്തിച്ച 15 സ്ഥാപനങ്ങൾക്കെതിരെ മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിച്ചു. രാജ്യവ്യാപകമായി വ്യാപാര സ്ഥാപനങ്ങൾക്കും ഷോപ്പുകൾക്കും മുന്നിലുള്ള പൊതു ഇടങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനായി നടത്തുന്ന പരിശോധനാ ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ലൈസൻസ് ഇല്ലാതെ കടകൾക്ക് മുന്നിലെ സ്ഥലങ്ങൾ ഉപയോഗിക്കൽ, പൊതുശുചിത്വ മാനദണ്ഡങ്ങൾ ലംഘിക്കൽ, അനുമതിയില്ലാതെ സാധനങ്ങൾ പുറത്തുവെച്ച് വ്യാപാരം നടത്തൽ തുടങ്ങിയവയാണ് പ്രധാനമായും കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. വാണിജ്യ സ്ഥാപനങ്ങൾ ലൈസൻസ് വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായി പരിശോധന ശക്തമാക്കുമെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. കുവൈറ്റിലെ പൊതുഗതാഗത സംവിധാനത്തിൽ വൻ പരിഷ്കാരം ഏർപ്പെടുത്തുന്നു. വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനും ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുപ്രീം ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ പ്രമുഖ ഗതാഗത കമ്പനികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. രാജ്യത്തെ നഗരവികസനത്തിന് അനുസൃതമായി പൊതുഗതാഗത സംവിധാനത്തെ ആധുനികവൽക്കരിക്കുക എന്നതാണ് ലക്ഷ്യം. ഗതാഗത തടസ്സങ്ങൾ മറികടക്കുന്നതിനും റോഡുകളിലെ സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികൾക്കിടയിൽ സംയുക്ത പരിശ്രമം ആവശ്യമാണെന്ന് യോഗം വിലയിരുത്തി. യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും ആകർഷകവുമായ രീതിയിൽ പൊതുഗതാഗത സംവിധാനത്തെ മാറ്റിയെടുക്കുന്നതിലൂടെ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി നിരത്തുകളിലെ തിരക്ക് നിയന്ത്രിക്കാനും സാധിക്കുമെന്നും അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ദുബായിൽ താമസയിടങ്ങളിൽ പങ്കിടുന്നതിൽ മാനദണ്ഡങ്ങളുമായി ദുബായ് മുനിസിപ്പാലിറ്റി. നിയമവിരുദ്ധമായ താമസയിടങ്ങളും താമസ കേന്ദ്രങ്ങളുടെ സുരക്ഷയും കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഷെയർഡ് താമസയിടങ്ങൾ അനുവദിക്കുന്നതിന് മുനിസിപ്പാലിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഇതിനായുള്ള അപേക്ഷകൾ നിലവിൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല എന്നും നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിൽ ഓട്ടത്തിനിടെ സെയിൽസ് വാനിന് തീപിടിച്ച് മലയാളി യുവാവ് മരിച്ചു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസയിൽ വ്യാഴാഴ്ചയുണ്ടായ സംഭവത്തിൽ കോഴിക്കോട് കൂട്ടാലിട നടുവണ്ണൂർ സ്വദേശി മുഹമ്മദ് അജ്മലാണ് മരിച്ചത്. ബേക്കറിയിൽ സെയിൽസ്മാനായ യുവാവ് വിതരണത്തിനായി വാഹനം ഓടിച്ചു പോകുന്നതിനിടെയായിരുന്നു അപകടം. കുവൈറ്റിൽ ലഹരിമരുന്ന് മദ്യവിൽപ്പന കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലുമായി 11 പേരെ അറസ്റ്റ് ചെയ്തു. ലഹരിമരുന്നും മദ്യവും തോക്കുകളും കൈവശം വെച്ച 10 പേരെയാണ് വിവിധ കേസുകളിലായി പിടികൂടിയത്. ഇവരിൽ നിന്ന് വലിയ തോതിലുള്ള ലഹരി വസ്തുക്കളും അധികൃതർ കണ്ടെടുത്തു. ഷാബു, ലിറിക്ക ഗുളികകൾ, 2 കിലോ ലിറിക്ക പൗഡർ, ഹാഷിഷ്, ക്യാപ്റ്റഗൺ ഗുളികകൾ, 60 കുപ്പി മദ്യം, 3 തോക്കുകൾ, 8189 കുവൈറ്റ് ദിനാർ തുടങ്ങിയവയാണ് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഭിന്നശേഷിക്കാരെയും അവരുടെ കുടുംബങ്ങളെയും സഹായിക്കുന്നതിനായി ICF റിഫായി കെയർ എന്ന പേരിൽ വിപുലമായ പദ്ധതി നടപ്പിലാക്കുന്നതായി ICF ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ഓട്ടിസം, സെറിബ്രൽ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന 1000 കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് 3 കോടി രൂപയുടെ പദ്ധതിയാണ് നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായമാണ് നൽകുക. ഇതോടൊപ്പം രോഗം മൂലം പ്രയാസപ്പെടുന്ന പ്രവാസികൾക്ക് ഗുണകരമാകുന്ന ICF കെയർ എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും സംഘടന നടപ്പിലാക്കുന്നുണ്ട്. ഇതിലൂടെ ചികിത്സാ സഹായമായി 3 ലക്ഷം രൂപ വരെയും മരണം സംഭവിച്ച കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെയും ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു. വാർത്താസമ്മേളനത്തിൽ സിറാജ് കുറ്റിയാടി, ബഷീർ എറണാകുളം, മുജീബ് എറണാകുളം, ലുക്മാൻ പാഴൂർ, അഷ്റഫ് അലി MK എന്നിവർ സംബന്ധിച്ചു. ചെയ്യുന്ന തൊഴിലിനോട് പ്രേമം തോന്നുമ്പോൾ അത് ജോലിയല്ലാതായി മാറുമെന്നും ഭാരം കുറയുമെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി. അത്തരക്കാരുടെ തൊഴിലിൽ പൂർണ്ണത ദർശിക്കാമെന്നും സ്വാമിജി പറഞ്ഞു. കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രഭാഷണവും ഭജനയും നടത്തുകയായിരുന്നു സ്വാമി അമൃത സ്വരൂപാനന്ദപുരി. എന്തുകൊണ്ടാണ് സക്കീർ ഹുസൈൻ തബല വായിക്കുമ്പോൾ അത് നമ്മളെ വേറൊരു തലത്തിലേക്ക്, ഒരു ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ചിലർ പാടുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ കണ്ണടച്ചു പോകുന്നത്? എന്താണ് കൃഷ്ണനെയും രാമനെയും ഒക്കെ ഇപ്പോഴും ആരാധിക്കുന്നത് 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും? അതാണ് അതിൻ്റെ ശക്തി, അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരുന്നില്ല, പരിമിതമായിരുന്നില്ല. അവരുടെ പ്രേമത്തിന്, അവരുടെ ശക്തിക്ക് ഒരു സർവ്വവ്യാപിത്വം ഉണ്ടായിരുന്നു. മനസ്സിൽ അഹന്ത തോന്നുമ്പോൾ
സ്വയം ജാഗ്രത ഉണരുമെന്നും അമ്മയുടെ സാന്നിധ്യം അതിന് ഉണർവായി തീരുമെന്നും സ്വാമി അമൃതസ്വരൂപാനന്ദപുരി പറഞ്ഞു. സനാതനധർമ്മത്തിൽ ഗുരുവാണ് ഈശ്വരനെന്നും പ്രേമമാണ് ഈശ്വരനെ സമീപിക്കാൻ യോജിച്ച മാർഗമെന്ന് പഠിപ്പിച്ചത് അമ്മയാണെന്നും സ്വാമിജി പറഞ്ഞു. സനാതനധർമ്മത്തിൽ ഗുരുവാണ് ഈശ്വരൻ, ഗുരു തന്നെയാണ് ഈശ്വരൻ, അതിനപ്പുറം ഒരു ഈശ്വരൻ ഇല്ല. ഞാനതെല്ലാം അമ്മയിൽ കണ്ടു. 79 എനിക്ക് ഈശ്വരനുണ്ട് എന്നുള്ളത് ഭയം കൊണ്ടുണ്ടായ ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ ഭയമല്ല, പ്രേമമാണ് ഈശ്വരനെ സമീപിക്കാൻ ഏറ്റവും നല്ല മാർഗം. ആ പ്രേമം അതെങ്ങനെ ഇരിക്കും, അത് നുണയാൻ കഴിഞ്ഞത്, അത് തൊട്ടറിയാൻ കഴിഞ്ഞത്, അത് നേരിട്ട് കാണാൻ കഴിഞ്ഞത് അമ്മയെ കണ്ടപ്പോഴാണ്. അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ വൈസ് പ്രിൻസിപ്പൽ എ ആനന്ദകുമാർ സ്വാമിജിയെ പൂർണ്ണകുംഭം നൽകി സ്വാഗതം ചെയ്തു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ, ഡോക്ടർ ഗിരീഷ് കുമാർ, സ്വാമി ജയദാമൃത ചൈതന്യ, ഡോക്ടർ രഹന, ഡോക്ടർ ജഗ്ഗു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭജനയ്ക്ക് ശേഷം സ്വാമിജി പ്രസാദ വിതരണവും നടത്തി. അമൃത ന്യൂസ്, കൊച്ചി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഈ മാസം 31 കോഴിക്കോടെത്തും. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കാനാണ് അമ്മ എത്തുന്നത്. മഹോത്സവത്തിനായി ബ്രഹ്മസ്ഥാനത്ത് പന്തൽ കാൽനാട്ടു കർമ്മം നടന്നു. ഓം ദഗ്ധയോഗസുഷുപ്തേ നമഃ. ഓം കേരളക്ഷമാവതീർണായൈ നമഃ. ഓം മാനുഷസ്ത്രീവധുഭൃതേ നമഃ. ഓം ധർമ്മിഷ്ഠസുഗുണാനന്ദദമയന്തി സ്വയംഭുവേ നമഃ. 6 വർഷങ്ങൾക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി കോഴിക്കോട് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്. മെയ് 31, ജൂൺ 1 തീയതികളിലാണ് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം. ഇതിന്റെ ഭാഗമായി ബ്രഹ്മസ്ഥാനത്ത് പന്തൽ കാൽനാട്ട് കർമ്മവും നടന്നു. മാതാമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. അമ്മയുടെ ദർശനവും അമ്മ നടത്തുന്ന എല്ലാ സത്സംഗം, അതേപോലെ ഭജന, ധ്യാനം തുടങ്ങിയ പരിപാടികളെല്ലാം നടത്തുന്ന ഒരു മഹായജ്ഞവേദിയാണ്. ആ യജ്ഞവേദിയുടെ ആരംഭം നമ്മൾ ഒരു കാൽനാട്ടൽ കർമ്മത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. 10,000 ഇവിടെ വന്നിട്ട് അമ്മയുടെ ദർശനത്തിന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യജ്ഞവേദി ഒരുക്കിയിട്ടുള്ളത്. സ്വീകരണ കമ്മിറ്റി രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ, വേണു താമരശ്ശേരി, വി രവീന്ദ്രൻ, പ്രദീപ് കുമാർ, ജനാർദ്ദൻ കൊട്ടേമ്പ്രം എന്നിവരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മഹോത്സവത്തിനായി വലിയ ഒരുക്കങ്ങളാണ് ബ്രഹ്മസ്ഥാനത്ത് സജ്ജമാക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. പത്നി നീത സേത്തുമായി ആശ്രമത്തിലെത്തിയ അദ്ദേഹത്തെ മുതിർന്ന സന്യാസിമാരും ആശ്രമ അന്തേവാസികളും കോളേജ് അധികൃതരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ട് വിശേഷങ്ങൾ പങ്കുവച്ചു. അമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും സന്ദർശിച്ചു. അമൃതപുരി ക്യാമ്പസിലെത്തി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ ലാബുകളും സെന്ററുകളും സന്ദർശിച്ച അദ്ദേഹം സർവകലാശാല അധികൃതരുമായും വിവിധ ലാബുകളുടെയും സെന്ററുകളുടെയും പ്രതിനിധികളുമായി സംവദിച്ച ശേഷമാണ് മടങ്ങിയത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി സജി 8 വർഷം മുൻപ് കാണാതായ പിതാവിനെ കൊലപ്പെടുത്തിയെന്ന് സംശയം. പിതാവ് മാത്യുവിനെ കൊലപ്പെടുത്തി സജി കുഴിച്ചുമൂടിയെന്നാണ് സംശയം. പുരയിടം കുഴിച്ച് തെളിവെടുപ്പ് പരിശോധന തുടങ്ങി. സജി നേരത്തെയും അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയിരുന്നു. 2018 മാർച്ചിലാണ് പിതാവ് മാത്യുവിനെ കാണാതായത്. മാത്യുവിനെ നെടുങ്കണ്ടത്ത് വെച്ച് അവസാനമായി കണ്ടവരെ പോലീസ് അന്വേഷിച്ചിരുന്നു. പച്ചടി സ്വദേശി മേരിക്കുട്ടിയെയും മകൻ റജിയെയും കൊലപ്പെടുത്തിയ കേസിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സജി ക്രൂരമായ കൊലപാതകം സംബന്ധിച്ച വിവരങ്ങൾ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം.